വളർന്നു വരുന്ന ജനറേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് അങ്ങനെ അങ്ങ് പ്രെഡിക്റ്റ് ചെയ്ത് പറയാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ കൊണ്ടുവരണം. ഇപ്പം വിദ്യാഭ്യാസം ഞാൻ പറഞ്ഞില്ലേ, ജപ്പാനിൽ 4ാം ക്ലാസ് വരെ എക്സാം പോലും ഇല്ല. അവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ എക്സാം പോലും ഇല്ല. പിള്ളേർക്ക് മോറൽ വാല്യൂസാണ് അവിടെ പറഞ്ഞു കൊടുക്കുന്നത് കംപ്ലീറ്റും. ഇവിടെ സ്കൂളുകളിൽ മോറൽ വാല്യൂസ് പഠിപ്പിക്കണം, വീട്ടിലും പഠിപ്പിക്കണം. അപ്പോൾ ഇതൊക്കെ പിള്ളേർ നമ്മൾ അടുത്ത തലമുറയെ വാർത്തെടുക്കേണ്ടത് ഈ സമൂഹത്തിൻ്റെ കൂടെ കടമയാണ്. അപ്പോൾ അത് പ്രത്യേകിച്ച് വഴക്ക് പോലും പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് പറ്റാത്തത്? ഇല്ല, അവരുടെ അടുത്ത് ടൈം സ്പെൻഡ് ചെയ്യാത്തതുകൊണ്ടാണ്. പേടിയൊന്നും അങ്ങനൊന്നുമില്ല. അവർ മൊബൈലും കൊടുത്ത്, ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, മാതാപിതാക്കൾ ചെയ്യുന്നത് അവരും വന്ന് 2 മൊബൈൽ എടുത്തിരിക്കും, കുട്ടികൾക്ക് മൊബൈൽ കൊടുത്തങ്ങ് വിടും. പഴയ പോലെ അല്ല, പണ്ട് അങ്ങനെ ആയിരുന്നില്ല. കിട്ടുന്ന സമയം ഇപ്പം അച്ഛന്മാരും ഒക്കെ ഗൾഫിലൊക്കെ ഉള്ള സമയം എന്ന് പറയുമ്പം എങ്കിലും അവർ വിളിക്കും വല്ലപ്പോഴും ഒരിക്കൽ. അമ്മ കൂടെ തന്നെ ഇരുന്ന് പ്രൊട്ടക്റ്റ് ചെയ്യും. അപ്പോൾ കൂട്ടുകുടുംബങ്ങളായിരുന്നു, അമ്മമ്മ ഉണ്ടാവും. സ്നേഹത്തിൻ്റെ വാല്യൂ അവർക്ക് മനസ്സിലാവും, ബന്ധങ്ങളുടെ വാല്യൂ മനസ്സിലാവും. ഇന്നതില്ലാത്തത് കൊണ്ടാണ്. അല്ല കുട്ടികളെ അടച്ചാക്ഷേപിച്ചിട്ട് കാര്യമില്ല. ഇന്നത്തെ നമ്മുടെ ലിവിങ് എൻവയറമെൻറ്റ് വേറെ രീതിയായിപ്പോയി. കാണുന്ന പടങ്ങൾ, മാർക്കോ പോലെയുള്ള ബ്രൂട്ടൽ സിനിമകളും അടിച്ചു കൊല്ലുന്ന സാധനങ്ങളും ഒക്കെ അന്ന് വില്ലന്മാർ പണ്ട് ഇത്രയും പോലും ചെയ്യില്ല. അന്ന് വില്ലന്മാരെന്ന് പറഞ്ഞ് നെഗറ്റീവ് വശങ്ങളെന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെട്ടതൊക്കെയും ഇന്ന് പോസിറ്റീവായിട്ടാണ് കാണിക്കുന്നത്. അവർ കളിക്കുന്ന ഓരോ ഗെയിമുകൾ എടുത്ത് നോക്കിയാൽ മതി, കൗണ്ടർ അറ്റാക്ക് ഗെയിമുകളാണ് കളിക്കുന്നത്. ഇതൊക്കെ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഇതൊന്നും വലിയ സംഭവമല്ലെന്ന് അവർക്ക് തോന്നും. അപ്പോൾ അതാണ്, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടുത്തെ സിസ്റ്റം മാറണം.